മുസ്ലിം ലീഗിന് കോൺഗ്രസിനേക്കാൾ വലിയ അഭിമാന പോരാട്ടമായിരുന്നു. 9 വർഷം പ്രതിപക്ഷത്തിരുന്നപ്പോൾ കുറച്ചയഞ്ഞു പോയിട്ടുണ്ട് എന്ന് നേതാക്കൾ വിലയിരുത്തുന്ന സംഘടനാ സംവിധാനത്തിന് വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത UDFന്റെ ലീഗിന്റെ അണികൾക്ക് മറുത്തൊരു വാക്കോ ഒരു നോട്ടമോ മുറുമുറുപ്പോ ചെയ്യാൻ കഴിയാത്ത തങ്ങൾമാർ തന്നെ ഇറങ്ങിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി തന്നെ ഇറങ്ങിച്ചെന്ന് ആ സംഘടനാ സംവിധാനത്തെ നയിച്ചത്. എന്താ തങ്ങന്മാര് പ്രചാരണത്തിന് വരാത്തതെന്ന് ചോദ്യം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതൊറ്റ ദിവസം അബ്ബാസ് അലി തങ്ങൾ വേറൊരു പരിപാടിക്ക് പോയതുകൊണ്ട് മാത്രമാണ്. അതൊക്കെ അപ്രസക്തമാണ്. മുസ്ലിം ലീഗിന്റെ വർക്ക് കമന്റബിൾ ആണ്. നിലമ്പൂരിലെ വിജയത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്കുണ്ട്, VD സതീശന്റെ പങ്കുണ്ട്, UDF സംവിധാനത്തിന്റെ ആകെ പങ്കുണ്ട്. UDF ഒരു വാർ ഫൂട്ടിങ്ങിലാണ്. നല്ല ഒരു എന്താ പറയുക തെരഞ്ഞെടുപ്പ് എഞ്ചിനായി മാറിയിരിക്കുന്നു. അത് വലിയ അഡ്വാൻറ്റേജ് അടുത്ത തെരഞ്ഞെടുപ്പ്. ലീഗ് ഇത്രത്തോളം കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇത് ആദ്യമാണ്. അതുകൂടി പറയണമല്ലോ. നിലമ്പൂരിൽ പ്രത്യേകിച്ചും അതൊരു ചരിത്രപരമായ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. എപ്പോഴും മുസ്ലിം ലീഗ് വിരുദ്ധത ആയുധമാക്കിക്കൊണ്ട് തന്റെ ഇമേജ് എപ്പോഴും ബിൽഡ് ചെയ്തിരുന്നത് ആര്യാടൻ മുഹമ്മദ് എന്നത് ഓർക്കണം. ഞാൻ ദേശീയ മുസ്ലിമാണ്, നാഷണൽ ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എപ്പോഴും തന്റേതായ ഒരു ഇടം ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ടാണ് മലപ്പുറത്ത് ഈ അവശേഷിക്കുന്ന തുരുത്തുകളായെങ്കിലും കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും അവശേഷിക്കുന്നത്. ലീഗ് വിരുദ്ധത ആര്യാടന്റെ ഐഡന്റിറ്റി ആയിരുന്നു. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് തങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ ആണ്. പാണക്കാട് പോയ ആ ചിത്രങ്ങളാണ് ലീഗ് പ്രവർത്തകർ അവരുടെ തന്നെ അണികളെ എം സ്വരാജിന് വേണ്ടിയുള്ള വലിയ പ്രചാരണം എന്തായിരുന്നു? എം സ്വരാജ് നന്നായി വായിക്കുന്ന ആളാണ്, സാംസ്കാരിക മുഖമാണ്, എഴുതുന്ന ആളാണ്, സാംസ്കാരിക നായർ വോട്ട് തേടാനായി എത്തി. അതേ ഭാഗത്ത് മറുഭാഗത്തും ചിന്തിച്ചു നോക്കൂ, ആര്യാടൻ ഷൗക്കത്ത് അതിനേക്കാൾ നല്ല അല്ലെങ്കിൽ അതിന് ഒപ്പം നിൽക്കാൻ കഴിയുന്ന സാംസ്കാരിക മുഖമാണ്. അദ്ദേഹം നന്നായി എഴുതുന്നയാളാണ്. സ്വരാജിനോളമോ ചിലപ്പോൾ അതിനേക്കാളുമോ വായനാശീലമുള്ള ആളാണ് അദ്ദേഹം. പക്ഷേ ആ വിഷയം അവർ രണ്ടുപേരും അത്രത്തോളം വലിയ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞത് പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന്റെ സാംസ്കാരിക മുഖം അതിനെ പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവരാൻ UDFും ലീഗും ശ്രമിച്ചില്ല. അതിന്റെ കാരണം തന്നെ നേരത്തെയുള്ള ഈ ഫൈറ്റിന്റെ തുടർച്ചയാണ്. അവിടുത്തെ ആര്യാടനെ നവോത്ഥാന നായകനായി അവതരിപ്പിച്ച വോട്ട് കുറയാനുള്ള സാധ്യതയാണ്. തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ഫോക്കസ് പോയിന്റിലേക്ക് പോയില്ല. പക്ഷേ സ്ഥാനാർത്ഥികളെ രണ്ടുപേരെയും നോക്കുമ്പോൾ രണ്ടുപേരും സാംസ്കാരിക മുഖമായിരുന്നു. രണ്ടുപേരും ആ നിലയിൽ അഡ്രസ് ചെയ്യാതിരുന്നത് നേരത്തെയുള്ള ആര്യാടൻ മുഹമ്മദ് ലീഗ് ഫൈറ്റിന്റെ തുടർച്ചയായി കൂടിയാണ്. ആ ഫൈറ്റ് പക്ഷേ ഇപ്പോൾ പരിപൂർണമായി അവസാനിച്ചിരിക്കുന്നു. നിലമ്പൂർ നഗരസഭ പ്രത്യേകമായി എടുത്തു പറയണം. നിലമ്പൂർ നഗരസഭയിൽ ഇത്രയധികം വോട്ട് പിടിച്ചത് ലീഗിന്റെ കൂടെ പിന്തുണയിലാണ് എന്ന മുദ്ര ചാർത്തിക്കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക നായകരാകെ ഏറെക്കുറെ ആ പട്ടമുള്ളവരെല്ലാവരും അണിനിരന്നപ്പോൾ UDFിനെതിരെ സാംസ്കാരികമായി ചെറുക്കാനും എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നിലപാട് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം വരുന്നത് എന്ന് ചോദിക്കാനും വലിയ വിവാദങ്ങൾക്കൊക്കെ അതിൽ നമ്മൾ കാണേണ്ടത് ഇപ്പൊ LDF അനുകൂല സാംസ്കാരിക പ്രവർത്തകർ LDFിന് വേണ്ടിയും UDF അനുകൂല സാംസ്കാരിക പ്രവർത്തകർ UDFിന് വേണ്ടിയും വോട്ട് പിടിച്ചിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് KGS മുതൽ KGS, കൽപ്പറ്റ, ജയദേവിക എത്ര പേര് സ്വരാജിനെതിരെ വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തു. നമ്മളിപ്പോ സാംസ്കാരിക നായകരായതുകൊണ്ട് അവർക്ക് സമ്മതിദാനാവകാശം ഉണ്ടാവാൻ പാടില്ല, ആഹ്വാനം ചെയ്യാൻ പാടില്ല. തിരഞ്ഞെടുപ്പിന്റെ ഒരു തന്ത്രങ്ങളുടെയൊക്കെ ഭാഗമാണ് സാംസ്കാരിക നായകരെ ഇറക്കുക, അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക, കൂട്ടായ്മകൾ ഉണ്ടാക്കുക. നേരത്തെ സ്വരാജിന് ഒപ്പം പഠിച്ച കോളേജിൽ ആ കാലത്ത് പഠിച്ച ആളുകളുടെ മുഴുവൻ കൂട്ടായ്മ, സ്വരാജിന് എതിരെ നിന്ന KSU നേതാവായ വനിത പോലും ആ യോഗത്തിൽ പ്രസംഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. എന്റെ രാഷ്ട്രീയ നിലപാട് മാറിയിട്ടില്ല, പക്ഷേ സ്വരാജ് മിടുക്കനാണ്, അന്നേ ഞങ്ങൾ കരുതിയിരുന്നാണ് ഈ നിലയിലേക്ക് വരുമെന്ന്. അങ്ങനെ പ്രശംസാ വാക്കുകളൊക്കെ ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് സ്വാഭാവികമാണ്. അങ്ങനെ രണ്ടിടത്തും തിരഞ്ഞെടുപ്പിനെ നന്നായി മാനേജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരുന്നു നിലമ്പൂർ തിരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് LDFിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെ അത് ഏറ്റവും മെച്ചമായിരുന്നു എന്നാണ്